കേരളത്തിന്റെ കണ്ണീർ കുരുന്നായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകളിലേക്കാണ്. ആലിൻ ഷെറിന് വലിയ വിടയാണ് നാട് നൽകുന്നത്. സംസ്കാര ചടങ്ങുകൾ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ നെടുങ്ങാടപ്പള്ളി CSI ദേവാലയത്തിൽ നടക്കുകയാണ്. പത്തനംതിട്ട SP-യുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക പോലീസ് ബഹുമതികൾ നൽകും. 4 പേർക്ക് പുതുജീവനേകി മടങ്ങുന്ന ആലിന് മന്ത്രിമാർ അടക്കം അന്തിമ ഉപചാരവും അർപ്പിച്ചു. അമൽ സുരേന്ദ്രനാണ് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, ഏറെ നൊമ്പരപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. കേരളം ഒന്നടങ്കം ആലിന് ഈ ഒരു വിട നൽകുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ ഇപ്പോൾ ചടങ്ങുകൾ എങ്ങനെയാണ് നടക്കുന്നത്? സംഗീത, ഈ അന്ത്യശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് പള്ളിക്കുള്ളിൽ ചടങ്ങുകളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, സമയം വളരെയധികം അതിക്രമിച്ചിരുന്നു. മുന്നേ പറഞ്ഞിരുന്നത് 3:30 സംസ്കാരം നടക്കും എന്ന് തന്നെയായിരുന്നു. ഈ പള്ളി വരെ എത്തുന്ന സമയത്തെല്ലാം ഈ സമയനിഷ്ഠ പാലിക്കുവാനും അതീവ ശ്രദ്ധ ഈ നാട്ടുകാരും ബന്ധുക്കളും അടക്കം പുലർത്തിയിരുന്നു. പക്ഷേ ഈ പള്ളിയിലേക്ക് കേരളത്തിന് പല ഭാഗത്തു നിന്നുള്ള പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടുതലായി ഒഴുകിയെത്തിയതിനെ തുടർന്ന് സമയനിഷ്ഠയിൽ വലിയ രീതിയിലുള്ള വിളംബം നേരിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും CSI സഭയുടെ മധ്യ കേരള മഹാ ഇടവ ബിഷപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഏതായാലും ശുശ്രൂഷകൾ നടക്കുന്നത്. ആ കുരുന്നിൻ്റെ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ വിയോഗത്തെ തുടർന്ന് നാടാകെ വലിയ രീതിയിലുള്ള വേദനയിൽ മുങ്ങിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്, അല്ലെങ്കിൽ ഘനീഭവിച്ച വേദന തളം കെട്ടി നിൽക്കുന്ന ദേവാലയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളിതെല്ലാം പറയുന്നത്. പക്ഷേ ആ കുരുന്നിൻ്റെ വേദന 9 മാസം മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിൻ്റെ വേർപാട് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വലിയ രീതിയിലുള്ള ഹൃദയഭേദകമായിട്ടുള്ള വേദന ഉണ്ടാക്കുമ്പോഴും ആ കുരുന്നിൻ്റെ ജീവന് അർത്ഥം നൽകിക്കൊണ്ട് കുടുംബവും മാതാപിതാക്കളും എടുത്ത തീരുമാനമായിരുന്നു അവയവദാനം എന്നത്. ആ അവയവദാനം 4 ജീവിതങ്ങൾക്ക് 4 കുരുന്നുകൾക്ക് ഒരു പുതുവെളിച്ചം നൽകിയിരിക്കുകയാണ്. അവർ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഈ 4 ജീവനുകളിലൂടെ അലിൻ വീണ്ടും ഈ ലോകത്തെ കാണും, ലോകത്ത് ജീവിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ആകെ തകർന്നിരിക്കുന്ന ആ അച്ഛനും അമ്മയും. അലിൻ്റെ പിതാവായിട്ടുള്ള അരുൺ എബ്രഹാമും ഷെറിൻ ജോണും ഇപ്പോൾ പള്ളിയിലുണ്ട്. അവരാകെ കലങ്ങിയ കണ്ണുകളുമായിട്ട് തൻ്റെ പിഞ്ചോമനയ്ക്ക് അടുത്തു നിന്ന് വിട്ടുമാറാതെ ഇന്നും രാവിലെ മുതൽ ഇരിക്കുകയാണ്. അവർക്കൊരു താങ്ങായാണ് നമ്മുടെ ജനപ്രതിനിധികളും മന്ത്രിമാരും അടക്കം ഇവിടെ എത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാർ ഇവിടെ എത്തി. കേന്ദ്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ എത്തിയിരുന്നു. കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടെ എത്തുകയും പ്രധാനമന്ത്രിയടക്കം ഈ അലിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇവിടെ പറയുകയും ചെയ്തിരിക്കുന്നു. അലിൻ്റെ വിയോഗം അത് അവയവദാനത്തിൻ്റെ മഹത്വമടക്കം വിളിച്ചോതുന്ന ചരിത്ര ദിനത്തിന് കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ വേളയിൽ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും 9 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞാണ്. കേരള ചരിത്രത്തിലെ തന്നെ അവയവദാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഏടാണിത്. പ്രത്യേകിച്ചും ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാനമാണ് നടന്നിരിക്കുന്നത്. ആ അവയവദാനത്തിന് വേണ്ടിയിട്ട് അലിൻ്റെ 2 വൃക്കകളും കരളും കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നതിന് നമ്മുടെ നിരത്തുകളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മലയാളികൾ പുലർത്തിയ ജാഗ്രത വാർത്തയായിരുന്നു. നമ്മളെല്ലാവരും ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലായിരുന്നു. 5-ാം തീയതി, അതായത് ഫെബ്രുവരി 5-ാം തീയതി അപകടം സംഭവിച്ചപ്പോൾ മുതൽ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമേ എന്നൊരു പ്രാർത്ഥന കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, മാനവികതയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നതാണ്. പക്ഷേ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്ന് അറിഞ്ഞ കുട്ടിയുടെ മുത്തശ്ശനായിട്ടുള്ള റെജി സാമുവൽ ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ അവയവദാനം എന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെക്ക് മനസ്സിലേക്ക് വരികയും അത് മാതാപിതാക്കളോട് പറയുകയും അവർക്കും അത്തരത്തിലുള്ളൊരു ആശയം മനസ്സിലേക്ക് ഉണ്ടായിരുന്നു എന്നും അതിനെ തുടർന്ന് ഇത്തരത്തിലൊരു തീരുമാനം കുടുംബം വേഗത്തിൽ എടുക്കുകയും ആശുപത്രി അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് അവയവ കൈമാറ്റം അതിനുവേണ്ടിയുള്ള ശസ്ത്രക്രിയകളുടെ ഭാഗമായി നടന്നത്. ഏതായാലും ഇപ്പോൾ അലിൻ്റെ ഈ ഒരു ജീവിതം അതൊരു വ്യർത്ഥമായ ജീവിതമല്ല. 9 മാസത്തെ ഈ ഭൂമിയിലെ വാഴ്വ് കൊണ്ട് അർത്ഥപൂർണമായ ഒരു ജീവിതമാണ് തൻ്റേത് എന്ന് ആ കുടുംബം തന്നെ അവൾക്ക് നൽകിയിരിക്കുകയാണ്. മുല്ലപ്പൂക്കൾ വിരിച്ച ചെറിയ ശവമഞ്ചത്തിനുള്ളിൽ ഇപ്പോൾ അലിൻ്റെ ചേതനയേറ്റ ശരീരം പള്ളിക്കുള്ളിൽ ഇരിക്കുകയാണ്. അന്ത്യശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് വൈദികരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം
തന്നെ ജനപ്രതിനിധികളുണ്ട്. വീണ ജോർജ് മന്ത്രിയടക്കം അല്പസമയം മുൻപ് എത്തിയിരുന്നു. അലിൻ്റെ ഈ ഒരു ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ അലിൻ്റെ കുടുംബം സമൂഹത്തോട് നിറവേറ്റിയ കടമയുടെ അതിനെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അലിന് ഔദ്യോഗികമായിട്ടുള്ള ബഹുമതികൾ നൽകും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് അറിയിച്ചത്. നാളെ മുഖ്യമന്ത്രി ഈ കുടുംബത്തെ നേരിൽ വന്ന് കാണുകയും അവർക്ക് ആശ്വാസവാക്കുകൾ അവരോട് പറയുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നമ്മളെ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ മന്ത്രി വി എൻ വാസവനടക്കം ഈ വിവരം മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിരുന്നു. ഏതായാലും ശുശ്രൂഷ നടപടികൾ പൂർത്തിയാക്കിയാൽ അലിനെ പള്ളിക്ക് തൊട്ടു മുന്നിലുള്ള ചുവന്ന പരവതാനിയിൽ വെച്ച് അലിന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കും. അതിനുശേഷം തൊട്ടടുത്തുള്ള സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാവുന്നതാണ്, ഈ മരണം സംഭവിച്ചതിന് ശേഷം ഈ ഒരു അവയവദാനത്തിൻ്റെ വാർത്തകളെല്ലാം വന്നതിന് ശേഷം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളുടെ എല്ലാം പ്രൊഫൈൽ പിക്ചറുകൾ നോക്കിയാൽ അതിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ ചിത്രമുണ്ടായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും ആളുകളെ അഭിമുഖീകരിച്ചിരുന്നത്. കാറിൽ കയറുവാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആര് കാർ എടുത്തു പോയാലും ആർക്കൊപ്പം തുള്ളിച്ചാടിക്കൊണ്ട് ആ കാറിലേക്ക് കയറുമായിരുന്നു. അങ്ങനെ ഒരു കാറിൽ വെച്ച് തന്നെയാണ് ഫെബ്രുവരി 5-ാം തീയതി പള്ളത്തിന് ജംഗ്ഷൻ കോട്ടയത്തേക്കുള്ള അതെ അമൽ, ഏറെ ഹൃദയവേദനയോടെയാണ് ഈ നിമിഷത്തിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. 9 മാസം മാത്രമാണ് ഈ ഭൂമിയിൽ ആലിൻ ജീവിച്ചതെങ്കിൽ പോലും മറ്റ് 4 പേരിലൂടെ ആലിൻ ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ ആലിൻ്റെ ആ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ചാണ് ആലിൻ ഷെറിൻ മടങ്ങുന്നത്. ആലിന് വിട നൽകുകയാണ് കേരളം. ഏറെ നൊമ്പരത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് ആലിന് വിട നൽകുന്നത്. മന്ത്രിമാരടക്കമുള്ള ആളുകൾ അവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് അതിലേക്ക് കടക്കും എന്നുള്ളതാണ്. അവിടെ പള്ളിയുടെ പുറത്തുനിന്നും ശ്രീരാജ് കൂടി ചേരുകയാണ്. ശ്രീരാജ്, നേരത്തെ ആലിൻ്റെ വീട്ടിലേക്കൊക്കെ നിരവധി ആളുകളാണ് അവസാനം ഒരു നോക്ക് കാണുവാനായി എത്തിച്ചേർന്നത്. ഈ ഒരു ദേവാലയത്തിലേക്കും ഒരുപാട് ആളുകൾ നേരിട്ട് അറിയുന്നവരും അറിയാത്തവരും എല്ലാം അവിടേക്ക് ഒഴുകിയെത്തുകയാണ് എന്നുള്ളതാണ്. അത്രമാത്രം ഹൃദയവേദനയോടെയാണ് നമ്മളെല്ലാവരും ആ പിഞ്ചു കുഞ്ഞിന് വിട നൽകുന്നത്. അവിടേക്ക് എത്രയധികം ആളുകളാണ് എത്തിച്ചേരുന്നത്? സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായും സ്വാതി, അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ പള്ളിയിൽ ദേവാലയത്തിൽ അതിൻ്റെ പ്രാർത്ഥനാ നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതി സൂചിപ്പിച്ചതുപോലെ ഈ നാടൊന്നാകെ ഇവിടേക്ക് ആലിനെ ഏറ്റവും ഒടുവിലായി ഒന്ന് കാണുന്നതിന് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, രാവിലെ വീട്ടിലെത്തിയപ്പോൾ മുതൽ സമാനമായിരുന്നു സാഹചര്യം. ആ നാടൊന്നാകെ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അംഗത്തെയാണ് ഒരപകടത്തിൻ്റെ രൂപത്തിൽ ജീവൻ പൊലിഞ്ഞത്. പക്ഷേ മറ്റ് 5 കുരുന്നുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടാണ് ആലിൻ ഈ ലോകത്തോട് വിട പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവയവദാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും തിളക്കമാർന്ന ഏടായി ആലിൻ്റെ ഈ അവയവദാനവും അപകടമരണവും എല്ലാം തന്നെ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ആളുകൾ, അത്രത്തോളം മനുഷ്യർ ആലിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആലിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നതും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുകൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആലിൻ്റെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയും ഗാർഡ് ഓഫ് ഓണർ സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി നൽകുകയും ചെയ്യുന്ന നടപടികളിലേക്കെല്ലാം കടക്കും. 3:30 വരെയായിരുന്നു പള്ളിയിൽ പ്രാർത്ഥനാ നടപടികൾ പുരോഗമിക്കുക എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ വീണ്ടും ഇത്രത്തോളം ആളുകൾ കാണാനായി ഇവിടേക്ക് എത്തിയിരുന്നു. അവരെ എല്ലാവരെയും തന്നെ ആലിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മാത്രമാണ് പല വിദൂര ദേശങ്ങളിൽ നടക്കമാളുകൾ ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം കാണാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം. നമുക്കറിയാം, ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടി ആ കുടുംബം കടന്നു പോകുമ്പോൾ പോലും ഏറ്റവും ധീരമായ ഒരു നിലപാട് അല്ലെങ്കിൽ ധീരമായ ഒരു തീരുമാനം തന്നെയായിരുന്നു എടുത്തത്. നമുക്കറിയാം, അവയവദാനത്തിൻ്റെ
ഉത്തരവാദിത്വം ഓരോ ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിലായി നമ്മൾ പല കുറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും തകർന്ന ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഘട്ടത്തിൽ പോലും അത്തരത്തിലൊരു അവയവദാനത്തിനായി കുടുംബം സന്നദ്ധരായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ശ്രീരാജ്, അത്രയധികം ആളുകളാണ് ആലിനെ അവസാനം ഒരു നോക്ക് കാണുവാനായി അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്, ദേവാലയത്തിന് പരിസരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ആലിൻ എന്നുള്ള കുഞ്ഞു മാലാഖയ്ക്ക് വിട നൽകുകയാണ് കേരളം. സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പത്തനംതിട്ട SP നേതൃത്വത്തിൽ ഔദ്യോഗിക പോലീസ് ബഹുമതികൾ കൂടി നൽകും. 4 പേർക്ക് പുതുജീവനേകിയാണ് ആലിൻ മടങ്ങുന്നത്. മന്ത്രിമാരടക്കം നിരവധി ആളുകൾ അവിടെ എത്തി അന്തിമ ഉപചാരം അർപ്പിക്കുകയും ചെയ്തു. ഏറെ ഹൃദയവേദനയോടെയുള്ള കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്നും കാണുന്നത്.